ഹായ് ഗായ്സ്. അപ്പോൾ കുറേ നാളല്ല, ഒരു 3-4 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുന്നതേ ഇല്ല. പിന്നെ കുറച്ച് മടിയുമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു പോളിടാം, ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. കാരണം എനിക്ക് എല്ലാം കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സോഷ്യൽ, സയൻസ്, മാത്സ് എന്നായിരിക്കും ഞാൻ പോളിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് പറയാം. ഞാൻ 2 ദിവസം സമയം, 2 ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഏത് സബ്ജക്റ്റിനാണോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീബോർഡ് 1 ഉം 2 ഒക്കെ ആയിട്ട് ഞാൻ PDF ആക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 ദിവസം സമയമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ആ 2 ദിവസത്തെ റിസൾട്ട് മാത്രമേ നോക്കുകയുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ സയൻസിലുള്ള മാത്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. മാത്സിൻ്റെ പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പഠിക്കുകയാണ്. എൻ്റെ ഡെയിലി ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഓരോ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു. ആൻഡ് പ്രോബിലിറ്റി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പീരിയോഡിക്കിന്. കാരണം പീരിയോഡിക്കിന് അവസാനത്തെ 3 ചാപ്റ്ററാണ് വരുന്നത്: പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, സർഫസ് ഏരിയ. ആൻഡ് അതിനകത്ത് ഞാൻ പ്രോബിലിറ്റി നന്നായിട്ട് പോയിക്കൊണ്ടുപോയി. സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പ്രോബിലിറ്റി ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോബിലിറ്റി 2 പ്രാവശ്യം റിവൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും എനിക്ക് അധികം ആ പ്രോബിലിറ്റിയിൽ കഷ്ടപ്പെടേണ്ടി വരത്തില്ല, ഈവൻ ബോർഡ്സിന് വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും NCERT എക്സാമ്പിൾസ് ഫുൾ സോൾവ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ 2 പ്രാവശ്യം ടിക്ക് ഇടുന്നത്. അത് നല്ലതുപോലെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തേ, അതിന് ശേഷം അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ പീരിയോഡിക്കും പ്രീ ബോർഡും എല്ലാം ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീക്ക് ഫുൾ ഞങ്ങൾക്ക് ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് പീരിയോഡിക് ടെസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം പ്രീ ബോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രീ ബോർഡ് ഒറ്റ പ്രീ ബോർഡേ കഴിഞ്ഞിട്ടുള്ളൂ സയൻസിൻ്റെ. ഇനി വരാൻ പോകുന്ന പ്രീ ബോർഡ്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിൽ വരുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വോയിസ് കൊടുക്കുന്ന ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് നാളത്തേക്ക് വെച്ചാൽ ശരിയാവില്ല. കാരണം അത്യാവശ്യം ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാം, പക്ഷേ ടൈം നല്ലതുപോലെ കുറവാണ് എനിക്ക്. ഇനി എൻ്റെ പീരിയോഡിക്കെല്ലാം കഴിഞ്ഞു, ഇനി AI മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സൺഡേ ഒരു ദിവസം ഉണ്ട്, പിന്നെ മൺഡേ AI, ആൻഡ് ട്യൂസ്ഡേ ഞങ്ങൾക്ക് പ്രീ ബോർഡ് 3 എന്തിൻ്റെ മാത്സിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും സൺഡേ മാത്സിന് വേണ്ടിയിട്ട് കൊടുക്കും. ഇന്നും മാത്സിന് വേണ്ടി കൊടുക്കും. രാത്രി മാത്രം AI പഠിക്കാനിരിക്കുന്നു. AIയുടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പോലും പറഞ്ഞിട്ടില്ല. അവസാനത്തെ വല്ല 2-3 A+ ഒക്കെ ആയിരിക്കും. ആൻഡ് അധികം പഠിക്കാനും ഇല്ല AIക്ക്. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന ഫുള്ള് ഞാൻ കാണിക്കുന്നത് സർഫസ് ഏരിയയുടെയും പ്രോബിലിറ്റിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെയാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വേറെ ഞാൻ പഠിക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പിന്നെ ഇതിനകത്ത് സോൾവ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പുട്ടിയുന്ന ഫോർമുല എല്ലാം കറക്റ്റാണ്, പക്ഷേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കില്ല NCERTയുടെ ബാക്കി കിടക്കുന്നത്. എത്ര ചെയ്താലും തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ കണ്ടു, NCERT സോൾവ് ചെയ്യുന്നതിൻ്റെ. അത് നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ ആൻസർ വേറെ ആയിട്ട് വരുന്നതെന്ന്. പിന്നെ ഫൈനൽ ആൻസറിന് വലിയ വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ സ്റ്റെപ്പെല്ലാം കറക്റ്റാണല്ലോ. സ്റ്റെപ്പെല്ലാം എൻ്റെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഏത് ഫോർമുലയാണ് അവിടെ പുട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷേ എൻ്റെ ആൻസർ മാത്രം തെറ്റിപ്പോകുന്നു. ആൻഡ് പിന്നെ ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പോകാം, ആൻസർ തെറ്റായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഫുള്ളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം. അതിൻ്റെ ഇടയിൽ ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആൻഡ് അത് കഴിച്ചു. പിന്നെ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിലും പോർട്രസ്റ്റ് സ്കൂൾ കാണാൻ പറ്റും. കറക്റ്റായിട്ട് പോർട്രസ്റ്റിൻ്റെ സ്കൂൾ കാണാൻ പറ്റും. ആ കാണുന്നതാണ് പോർട്രസ്റ്റ് എന്നൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഗ്രൗണ്ടും ഫ്രണ്ട് ഏരിയ കുറച്ചൊക്കെ കാണാൻ പറ്റും. ആൻഡ് പോർട്രസിൻ്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. ഐലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അടിപൊളിയാണ്. ആൻഡ് അതിന് ശേഷം ഞാൻ ഇരുന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് തോന്നി സോൾവ് ചെയ്യുന്നത്. അതെ, സ്റ്റാറ്റിസ്റ്റിക്സ് സോൾവ് ചെയ്തു. കാരണം സർഫസ് ഏരിയ പഠിച്ചിട്ട് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി അവസാനം. കാരണം ഒത്തിരി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, എനിക്ക് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. ആൻഡ് പിന്നെ ഞാൻ ഇരുന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സോൾവ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ മീനാണെന്ന് തോന്നുന്നു സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം സോൾവ് ചെയ്യാനായിട്ട് UI യൂസ് ചെയ്തിട്ടാണ്. FIUI മീനിൽ എൻ്റെ ഫേവറേറ്റ് അതാണ്. മിക്കവർക്കും DI ഒക്കെയാണ് ഇഷ്ടം, പക്ഷേ എനിക്കിഷ്ടം അതാണ്. ഈവൻ XI യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ XI യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത്. പിന്നെ അതിനുശേഷം സയൻസ് പഠിക്കാനിരുന്നു. സയൻസിൻ്റെ പീരിയോഡിക് ടെസ്റ്റ് ആയിരുന്നു. ആൻഡ് സയൻസിൻ്റെ പീരിയോഡിക് ടെസ്റ്റ് അടിപൊളിയായിരുന്നു. മാത്സിൻ്റെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നില്ല, പക്ഷേ സയൻസിൻ്റെ സെറ്റായിരുന്നു. ഇവിടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറെ ലെക്ചർ ഞാൻ കേൾക്കും മിക്കവാറും. എനിക്ക് ആ ലെക്ചർ ഫസ്റ്റ് കേട്ട ലെക്ചർ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ലെക്ചർ കേട്ടു. ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ
സ്റ്റാർട്ട് ചെയ്തു അവർ എൻവയൺമെൻറ്റ്. ആൻഡ് ഇത് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു, ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഇത് തീർത്തിട്ടുണ്ടായിരുന്നു. 1 hour പോലും എനിക്ക് എടുത്തില്ല, കാരണം ചെറിയൊരു ലെക്ചറായിരുന്നു. ഇവിടെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, സോറി. ആൻഡ് അവിടെ ഞാൻ ആ ഒരു നോട്ട് ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് സ്റ്റാർട്ടും ചെയ്തു ഞാൻ. അത്രയും ചെയ്തിട്ട് ഞാൻ ആ ഒരു ദിവസം കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ എനിക്ക് ആ ഒരു ദിവസം പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നല്ല ടയേർഡായിരുന്നു. അതിന് മുമ്പത്തെ എക്സാം എന്തായിരുന്നു, മാത്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടയർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്റർ എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതൊക്കെ പോർഷനാണ് എനിക്ക് അറിയാത്തത് അത് മാത്രം എഴുതി വയ്ക്കാമെന്ന് വിചാരിച്ചു. പ്ലാന്റ്സിൻ്റെ ഒക്കെ പോർഷനാണ് എനിക്ക് അറിയാത്തത്, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. സയൻസിൻ്റെ എൻ്റെ സിലബസ് ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, അവർ എൻവയൺമെൻറ്റ്, കാർബൺ, പിന്നെ ഇത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് ഫസ്റ്റ് തീർത്തായിരുന്നു. ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് പീരിയോഡിക്കിന് കുറച്ച് 2 ദിവസം മുമ്പ് കണ്ട് റിവൈസ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അധികം ആ ഒരു പോർഷനിൽ ടൈം എടുക്കേണ്ടി വന്നില്ല. ബാക്കിയുള്ള ബയോയിലാണ് എനിക്ക് പ്രശ്നം. ഈവൻ കാർബണിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലോറോ ഈത്തീനും പിന്നെ എത്തനോയിക് ആസിഡും ഒക്കെ ആയിരുന്നു. അത് ഭയങ്കര